താങ്കൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കാറിന്റെ മുകളിൽ 3 ലക്ഷം രൂപ വെച്ച് മറന്നിരുന്നു. അത് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ താങ്കളുടെ ജീവിതത്തിൽ? അങ്ങനെയുണ്ടോ അഖിൽ? 3 ലക്ഷം രൂപ മറന്നു വെച്ചോ? അത് എവിടെ വെച്ചാണ് ആ ഭാഗ്യം? അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി എന്തും പല പരിപാടിയും ചെയ്തോണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട്. എനിക്ക് ഞാൻ ചെയ്യാത്ത ഇടപെടാത്ത ബിസിനസ്സുകളില്ല. ഒരുപാട് പണി. റോഡ് സൈഡിൽ നിന്നുള്ള മാങ്ങ കച്ചവടം തൊട്ട് അങ്ങ് ഷെയർ മാർക്കറ്റ് ബിസിനസ് വരാം. അപ്പോൾ OLX വഴി മൊബൈൽ ഫോൺ മേടിക്കും, 10,000 രൂപയ്ക്ക് മേടിക്കും, 10,500 വിൽക്കും. ഇതാണ് ആഗ്രഹം. പക്ഷെ 10,000 മേടിക്കും, 2,000 ഞാൻ വിൽക്കും, 2,000 നഷ്ടമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇല്ലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ കടം മേടിച്ച് ഹരീഷിന്റെ ഒരു കാറ് ലാഭത്തിന് കിട്ടിയിട്ടുണ്ടെന്നും അത് എങ്ങനെ വിറ്റാലും നമുക്ക് ഒരു 50,000 രൂപ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ 3 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് ഇത് കൊച്ചിയിൽ വന്നു ആദ്യം വന്ന് കണ്ട് വണ്ടിയെ പരിപാടിയെല്ലാം കണ്ട് 25,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ട് 3,4 ലക്ഷം രൂപയാണ്. അപ്പൊ ബാക്കി 3 ലക്ഷം കൂടെ കൊടുക്കണം. 25 അഡ്വാൻസും കൊടുത്തു. അപ്പൊ തിരിച്ചു വന്ന സമയത്താണ് അറിഞ്ഞത് ഇതിന് ബാങ്കിന്റെ ഫിനാൻസ് ബാക്കി ഉണ്ടെന്ന്. അപ്പൊ മഹേന്ദ്രയിലെ അവിടെ കൊട്ടാരക്കര മഹേന്ദ്ര കയറി തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടില്ല. അവരെ മറ്റൊരു നമ്മൾ അഡ്വാൻസ് കൊടുത്ത ടീംസ് പറയുന്നത് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എനിക്ക് അന്നൊരു i20 കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് കയറ്റി ഇട്ടിട്ടാണ് ഞാൻ ഈ മഹേന്ദ്ര പോയി തിരക്കുന്നത്. തിരിച്ചു വന്നു ഇപ്പൊ ഇങ്ങനെ കാറിന്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, എടാ ഇതിപ്പം പോയി നമ്മൾ 25,000 അങ്ങ് പോട്ടെന്ന് വെച്ചാൽ പോരെ. 25,000 പോയിട്ട് 2,500 പോലും വന്ന് ഭയങ്കര വലിയ സമയം. നമ്മൾ ഓട്ടൊന്നും വെക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യും, നമ്മൾ അവിടെ ചെല്ലും. അമ്മമാർ അത്ര ഫ്രാഡുകളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടുന്ന് കാർ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുക്കും, വണ്ടി ഓടിച്ചിട്ട് നമ്മളിഞ്ഞ് പോരും. അല്ലാതെ എന്തു അവൻ പൈസ കൊണ്ടുകൂടെ വന്നാലേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നമ്മൾ തിരിച്ച് പഠിക്കും. അപ്പോൾ അളിയാ കൊച്ചിയ വിഷയമൊക്കെ ഞാൻ വരുന്നത് വെച്ചാണ് നീ കയറുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്തോട്ട് കയറി ഇച്ചിരി മുന്നോട്ട് എടുത്തിട്ട് ഞാൻ ഡാഷ്ബോർഡ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഇതിനകത്ത് വെച്ചെന്താ പൈസ എന്തി? അങ്ങനെ പറഞ്ഞു അണ്ണ എടുത്തോണ്ടല്ലേ മഹേന്ദ്രയിലോട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാ, കാര്യം അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ലവ്മാർ വണ്ടിക്കകത്ത് കയറും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൈസ എടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ബാങ്കിലോട്ട് പോയത്. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ലവനോട് കൂട്ടുകാരനോട് കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മുണ്ടി ഇങ്ങനെ അഴിച്ച് മടക്കി കുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് കിടന്ന വേറൊരു കാറിന്റെ ബോണറ്റിലോട്ടാ ഈ പൈസ വെച്ചത്. ആ കാർ എടുത്തോണ്ട് പോയതായിരിക്കും. അങ്ങനെ നിന്ന നിപ്പിൽ ഒരു 3 ലക്ഷം രൂപ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. പക്ഷെ കിട്ടി കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കാർ ബാക്കിലേക്ക് എടുത്തപ്പം ഇല്ല മറ്റേ താഴത്തെ കുഴിയുണ്ടല്ലോ, നമ്മൾ അലൈൻമെന്റ് ചെയ്യാൻ നിൽക്കുന്ന ഭാഗത്ത് കുഴിയുണ്ടല്ലോ, ഇതിലേക്ക് പൈസ വീണ് കിടന്നു. അപ്പൊ ഈ സ്റ്റാഫുകൾ ആരോ ഒരാൾ ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ പോലീസ് ഞാൻ എസ് ഐ വിളിച്ചു. എസ് ഐ പറഞ്ഞു അവിടെ വരട്ടെ. അപ്പൊ അവിടെ ഉള്ളവരത്തൊക്കെ അവിടെ നിൽക്കാൻ പറയാനൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ ബാക്കിലേക്ക് പോകുന്നു. ഞാനും എന്റെ കൂടെ വന്ന വേറൊരു പയ്യനുണ്ട്, ഒരു കൊച്ചു പയ്യനുണ്ട്, അവനും ബാക്കിൽ വരുന്നു. അപ്പൊ ഞങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്ന ന്യൂസ് പേപ്പർ ബാക്കിൽ ഇതൊരു ടയർ കട കൂടിയാ, ഇതിന്റെ ബാക്കിൽ കുറേ ടയർ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ ടയറിന്റെ ഇടയിൽ നിന്നൊരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് നമ്മൾ കാണുന്നു. അപ്പൊ മൂത്രമൊഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ന്യൂസ് പേപ്പർ അതെങ്ങനെയാണ് അതിനകത്ത് ന്യൂസ് പേപ്പർ വന്നത്? നമ്മുടെ ന്യൂസ് പേപ്പർ അല്ലേ എന്നുള്ള രീതിയിൽ ചാടി ഞങ്ങൾ ടയറിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ കൂട്ടിയിട്ടേക്കുന്ന ടയറിന്റെ ഇടയിൽ പൈസയുടെ കെട്ടുകൾ കിടക്കുക. സംഭവം എന്ന് വെച്ചാൽ ഈ കുഴിയിൽ വീണ് കിടന്ന പൈസ ഇവരെ സ്റ്റാഫുകൾ ആരോ അടിയിലിറങ്ങിയപ്പം കിട്ടുകയും പെട്ടെന്ന് പിന്നീട് എടുക്കാമെന്നുള്ള രീതിയിൽ ഇവരിത് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പഴയ കൂടി കിടന്ന ടയറിനകത്തോടെ കണ്ടെടുത്ത് എറിഞ്ഞതാ. പക്ഷെ അത് കിട്ടി. പക്ഷെ ഞാനത് കിട്ടിയതോ പോയതിലോ ഒന്നും ആയിരുന്നില്ല. അതായത് ഒരു 3,000 രൂപ പോലും ഭയങ്കര വലുത് എന്ന് ചിന്തിച്ചൊരു സമയത്തും ഈ 3 ലക്ഷം പോയതൊന്നും എന്നെ ടെൻഷനൊന്നും ആക്കിയില്ല. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ. എനിക്കെന്നത്ര 23 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ സമയത്തും ഞാൻ ചിന്തിച്ചത് അടുത്തത് ലൈഫിൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് സഞ്ചരിക്കുക. ഇപ്പൊ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ട സമയത്ത് 9 ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറി കാർഡിന്റെ ക്ലിപ്സ് മൊത്തം എററായിപ്പോയി. 10ാമത്തെ ദിവസം വന്നിട്ട് എഡിറ്റർ വന്ന് പറയാം, അഖിലേട്ടാ ഇത് പാളിയേട്ടാ, നമ്മുടെ DAT കൺവേർഷൻ നടന്നിട്ടില്ല, ഒരു മെമ്മറി കാർഡ് മൊത്തം എറാണ്, ഒരിട്ട ക്ലിപ്പിംഗ് ഇല്ല. യോനാൻ സാറിന് അറിയാം, അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാം. അപ്പൊ ഇനി റീഷൂട്ടൊന്നും നടക്കത്തില്ല, സാറ് അമ്മയ്ക്കത്തുമില്ല. ഹരി അപ്പോഴത്തിരിപ്പുണ്ട്. ഞാൻ ഇച്ചിരി സമയം എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്തോ DAT കൺവേർഷൻ, ഇത് ആദ്യം ഒന്നും പിടിയിട്ടില്ല. ഇവിടെ അറിഞ്ഞത് ഷൂട്ട് ചെയ്തൊന്നും അതിനകത്തില്ല, ഒരു മെമ്മറി കാർഡിനകത്ത് ഷൂട്ട് ചെയ്തൊന്നുമില്ല. മെയിൻ സീക്വൻസ് ജോർജ് ഉൾപ്പെടുന്ന മെയിൻ സ്റ്റണ്ട് സീക്വൻസും ആവേശിയൊക്കെ ഒന്ന് ചെയ്ത സീക്വൻസ് ഒരു ഷൂട്ട് ചെയ്ത് വെച്ചേക്കുക, നല്ല പൈസ ചെലവാക്കിയിട്ട്. അപ്പൊ ഏതാണ്ട് ജീവിതത്തിൽ ഒരു ഷോർട്ട് ഫിലിം പോലും നീ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഒരു വിധം വന്നൊരു സിനിമയുണ്ടാക്കി 9ാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്ക് ഈ സിനിമ നിന്നു പോകുന്നൊരവസ്ഥയാണ്. ഞാൻ ഈ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ ഭാര്യ അടുത്തൊന്നും ധാരണമില്ല. ഞാൻ അതായത് പൂർണ്ണമായും ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ്, മക്കളെ നോക്കി. കാരണം ഒരു അച്ഛൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയം, ഭർത്താവ് എന്ന നിലയിൽ പൂർണ്ണ പരാജയം, മകൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയം. എവിടൊക്കെ കൊണ്ടോ ഓടി ജീവിതത്തിൽ പരാജയമേ ഉള്ളൂ. ജീവിതത്തിന്റെ പടുകുഴിയിൽ ഇങ്ങനെ എത്തി നിൽക്കുക. ഈ നിൽക്കുന്ന സമയത്ത് കച്ചിത്തുരുമ്പ് പോലെ കിട്ടിയൊരു സിനിമ അത് ചെയ്തു വന്ന 10ാമത്തെ ദിവസമാണ് അറിയുന്നത് അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനവും വെണ്ടയ്ക്കൊന്നും ഇല്ലെന്നുള്ള കാര്യം. അപ്പോഴും ഞാൻ ഇപ്പൊ ഹരിയെടുത്ത് ഞാൻ പറഞ്ഞു, അളിയാ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇല്ലാതാവും. അപ്പം എന്റെ പിള്ളേർ വളർന്നു വരുമ്പോൾ നീ അവരോടൊന്ന് പറഞ്ഞേക്കണം അവരുടെ അച്ഛൻ ഒരു പരാജയമായിരുന്നില്ല, ഇതൊന്ന് പറഞ്ഞേക്കണം. അത് നീ പറഞ്ഞേക്കണം, ഭാവിയിൽ അവരോട് പറഞ്ഞേക്കണം ഞാൻ എന്തൊക്കെയോ പരിശ്രമിച്ച ഒരാളാണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. കാര്യം സിനിമ ഇനി പൂർത്തിയാവും നമുക്കറിയില്ല. പിന്നെ ഈ മെമ്മറി കാർഡോ പോയി, ഇനി ഡയറക്ടറോട് ബോധം കെട്ട് കിടന്നിട്ട് എന്തോ വെണ്ടൊക്കെ ഉണ്ടാക്കാനാ ബാക്കി ഷൂട്ട് ചെയ്യാം.
ക്യാമറമാനെ വിളിച്ചു. ക്യാമറമാൻ വന്നിട്ട് പറഞ്ഞു അയാൾക്ക് ടെൻഷൻ, കാരണം അയാളെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ ഇത് കോവിഡൊക്കെ ആയ സമയത്ത് ഈ വന്നവൻ എന്തോ പണി അറിഞ്ഞൊരു പയ്യനെയും കണ്ടായിട്ട് വിട്ടത്. അങ്ങനെയാണ് ഈ ചെറുക്ക് ഇത്രയും ഡിലേ ആയിപ്പോയത് വിട്ടത്. പക്ഷെ ഭാഗ്യത്തിന് ഒരു 89 ക്ലിപ്സ് ഒഴിച്ച് ബാക്കിയൊക്കെ റിക്കവർ ചെയ്ത് കിട്ടി. അപ്പോഴും 89 ക്ലിപ്സ് നമുക്ക് കിട്ടിയില്ല. അത്രയും ക്ലിപ്സ് എറായി പോയതുകൊണ്ട് എഡിറ്റിംഗിൽ കുറച്ച് ജെർക്കൊക്കെ ചില സ്ഥലങ്ങളിൽ വരികയും ചെയ്തു. ഞാൻ പിന്നെ വിചാരിച്ചു അതേ പറഞ്ഞു ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കും. റീഷൂട്ട് ചെയ്തൊന്നുമില്ല. ഇല്ല, ക്ലിപ്പില്ലെങ്കിൽ ക്ലിപ്പില്ല, ബാക്കി വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അതാ കളി. അത്